ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിലും കാണാൻ സാധിക്കുന്ന പല്ലട എന്ന ആചാരത്തെക്കുറിച്ചാണ്. കുഞ്ഞിന് ആദ്യമായിട്ട് പല്ല് മുളയ്ക്കുമ്പോൾ നടത്തുന്ന ആചാരത്തിൻ്റെ പേരാണ് പല്ലട. ഇതിന് പ്രധാനമായിട്ടും ഉദ്ദേശ ലക്ഷ്യം കുഞ്ഞിന് ഏത് വസ്തുവിനോടാണ് അഭിരുചി കൂടുതൽ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പണ്ട് കാലങ്ങൾ മുതലേ ഈ പല്ലട എന്ന ആചാരം നടത്തി വരുന്നത്. നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ അടുത്തായിട്ട് പുസ്തകം, പേന, കാശ്, സ്വർണം അങ്ങനെ ഇഷ്ടമുള്ളവയെല്ലാം നമുക്ക് നിരത്തി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം കുഞ്ഞ് ഇഴഞ്ഞു വന്ന് ഏതിലാണോ ആദ്യം സ്പർശിക്കുന്നത്, അങ്ങനെ ആദ്യത്തെ 3 തവണ ഏതെടുക്കുന്നോ അതിലാണ് ഭാവി ജീവിതത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാകുക എന്നാണ് ഇതിൻ്റെ ഒരു വിശ്വാസം. അതുകൂടാതെ ഈ പല്ലട ചടങ്ങിലെ ഏറ്റവും പ്രധാന വിഭവമാണ് അട. അരിപ്പൊടി, ശർക്കര, നാളികേരം എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അട ഈ ചടങ്ങിൽ മധുരത്തിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ നിരത്തി വയ്ക്കുന്ന വസ്തുക്കളുടെ കൂടെ മധുരത്തിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അടയും നമ്മൾ വയ്ക്കാറുണ്ട്. ഇഷ്ടാനുസരണം പല വസ്തുക്കൾ നിരത്തി വെച്ചതിന് ശേഷം വിളക്കിൻ്റെ സാന്നിധ്യത്തിൽ കുഞ്ഞിന് ഭാവിയിൽ ജ്ഞാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് നടത്താറുള്ളത്. പണ്ടുള്ളവർ ഈ ആചാരം നടത്തുന്നത് കുട്ടികളുടെ അഭിരുചികൾ ഏതിലൊക്കെയാണെന്ന് അറിയുവാനുള്ള ഒരു ഉപാധി എന്നുകൂടി ഉള്ള നിലയിലാണ്. പരമ്പരാഗതമായി പണ്ടുമുതലേ നടന്നു വന്നിരിക്കുന്ന ആചാരങ്ങൾ ഇന്നും ആളുകൾ പിന്തുടരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പലയിടത്തും ഈ പല്ലട ചടങ്ങ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഈ ചടങ്ങിലൂടെ ഒരു ആനന്ദം ലഭിക്കും. അവർക്ക് പല പല വസ്തുക്കൾ അവരുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും എന്നൊരു വശം കൂടി ഇതിന് ഞാൻ മനസ്സിലാക്കുന്നു. കുഞ്ഞിന് ഏതിലാണോ ഇഷ്ടം തോന്നി ആ വസ്തു എടുത്തതിന് ശേഷം 3 പ്രാവശ്യം എടുത്തതിന് ശേഷം പിന്നീട് അട നൽകി പല്ലട ചടങ്ങ് പരിസമാപ്തി കുറിക്കുന്നു. ഈ ചടങ്ങിനെ പറ്റി അറിയാത്തവർക്ക് ഈ വീഡിയോ ഗുണപ്രദമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, സീ യു.